ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺ വെച്ച് ഉണ്ടാക്കിയാലോ? ഒരു മസാലക്കറി സ്വീറ്റ് കോൺ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചൊരു പാത്രത്തിൽ ഒന്ന് ചെറുതായി ഒന്ന് വാട്ടി വെക്കാം. ഇത് ഫ്രഷാണ്. അപ്പോൾ പിന്നെ ചെറുതായൊന്ന് വാട്ടിക്കാം. ഫ്രഷാണ്, പിന്നെ ഫ്രീസ് ചെയ്തല്ല. ആദ്യം വേർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. പരിപാടി വന്നിട്ടുണ്ട്. ഇതിനടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഓയിലിൽ തന്നെ നമുക്ക് സവാള അരിച്ചെടുത്ത് അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള മൂത്ത് വരട്ടെ. വേണ്ടോ? സവാളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകാനുണ്ട്. പച്ചമണം അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തക്കാളി ഞാൻ ഒന്ന് കൈകൊണ്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതേപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഈ തക്കാളിൻ്റെ പച്ചമണവും പോകണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. അതുപോലെ മഞ്ഞൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് നന്നായി ഒന്നൊരു ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ കുറച്ച്, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിൽ നല്ലൊരു ഗ്രേവി ആയിട്ട് വരട്ടെ. അപ്പം നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറ്റൊരു കാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്വീറ്റ് കോൺ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നിർബന്ധമേ ഇല്ല ക്രഷ് ചെയ്യാനൊന്ന്. പക്ഷെ ക്രഷ് ചെയ്താൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 5-10 അണ്ടിപ്പരിപ്പ് അരച്ചതെടുത്തിട്ടുണ്ട്. അപ്പം അതില്ലെങ്കിൽ നിർബന്ധമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് ബദാം എടുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാണ്ട്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. കുറച്ച് സമയം മൂടി വെച്ച് കൊടുത്താൽ
ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളടുത്ത് പനീർ ഉണ്ടാക്കി വെച്ചതിൻ്റെ കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. വീട്ടിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തുള്ളൂ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ നിർബന്ധേ ഇല്ല. കുറച്ച് കസൂരി നോക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ പനീറൊക്കെ വീട്ടിലുണ്ടാക്കാൻ എളുപ്പമാട്ടോ. ഞാനിതിലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. പാലൊക്കെ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒന്ന് എടുത്തിട്ട് കുറച്ച് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ കുറച്ച് സ്വറ്റ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ അതവിടെ കട്ടായിക്കോളും. അതെടുത്തിട്ടൊന്ന് തുണിയിൽ നല്ല കട്ടിയില്ലാത്ത തുണി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒഴിച്ചെടുത്താൽ കുറച്ച് സമയം അതിൽ ഒഴിച്ചെടുത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് നന്നായി വെള്ളം കളഞ്ഞെടുത്താൽ എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെച്ചിട്ട് അപ്പോൾ അത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പനീർ കിട്ടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.